നമ്മൾ ദൈവം അത്ഭുത മന്ത്രിയാണ്. രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്ക് യഹോവയുടെ കണക്കിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുന്നേക്ക് അതിനെ തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന് മാത്രമേ ഹല്ലേലൂയ ദൈവത്തെ അറിയാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ജാമ്യം ഇറങ്ങി, ഞാൻ പുറത്തിറങ്ങി, എന്റെ ഭവനത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ അപ്പനമ്മയ്ക്ക് വിചാരിച്ചത് ഒരു പുതിയ നമ്പറാണെന്നുള്ള ധാരണയായിരുന്നു, പുതിയ പരിപാടിയാണ് പ്രാർത്ഥന. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ അപ്പനമ്മയ്ക്കും ബോധ്യപ്പെടാനിടയായി, ഹല്ലേലൂയ, ഇവന്റെ ജീവിതത്തിൽ യേശുവാണ് മാറ്റം വരുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ അപ്പനും അമ്മയ്ക്ക് മനസ്സിലായി, എന്റെ സഹോദരിമാർക്ക് മനസ്സിലായി, എന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി, എന്റെ ഭാര്യയുടെ മാതാവിന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്റെ അപ്പനും അമ്മയും മാനസാന്തരത്തിൽ കടന്നു വന്നു. എന്റെ അനിയത്തിമാർ മാനസാന്തരത്തിൽ കടന്നു വന്നു. എന്റെ ഭാര്യ മാനസാന്തരത്തിൽ കടന്നു വന്നു. എന്റെ ഭാര്യ അവരുടെ മാതാവ് മാനസാന്തരത്തിൽ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ഈ നാളെ പട്ടണത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിലര് ഈ ദൈവത്തെ അറിയുവാനായിട്ട് സ്വർഗ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിതത്തിൽ നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് നിന്ദയുണ്ട്, നമുക്ക് പരിഹാസങ്ങളുണ്ട്, നമുക്ക് ഒറ്റപ്പെടുത്തലുണ്ട്, നമുക്ക് കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ ദൈവം നമ്മളെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. സഹോദരം, പ്രിയപ്പെട്ട ഹല്ലേലൂയയുടെ ജീവിതത്തില് ഞാൻ ജാമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് പ്രിയ അനിൽ മാത്യുമായിട്ട് പരിചയപ്പെടുവാനായിട്ട് സ്വർഗ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ട സമയം പോലെ തന്നെ ആത്മാവിന്റെ വലിയൊരു കൂട്ടായ്മ ഞങ്ങൾ അനുഭവിക്കാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് അനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ കടന്നുപോയി. ഹല്ലേലൂയ. ഓരോ ദിവസവും വേണ്ടുന്ന കാര്യങ്ങൾ സ്വർഗ ദൈവം എനിക്ക് നൽകി. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കുമെന്നുള്ള വചനമാണ് സ്വർഗ ദൈവം എനിക്ക് നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യർ തലകുറിക്കാതെ സന്തോഷമായ നിലയിൽ സ്വർഗത്തിൽ നടത്തുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ 3.5 വർഷക്കാലം ഞാൻ പുറത്തു വന്നു. എന്റെ അപ്പനും അമ്മയും ദൈവത്തിലേക്ക് അടുപ്പിക്കാനിടയായി, എന്റെ സഹോദരിമാർ ദൈവത്തിലേക്ക് അടുപ്പിക്കാനിടയായി, എന്റെ ഭാര്യ ദൈവത്തിലേക്ക് അടുപ്പിക്കാനിടയായി, എന്റെ ഭാര്യയുടെ മാതാവിനെ അടുപ്പിക്കാനിടയായി, എന്റെ അനേക സ്നേഹിതന്മാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ മുന്നോട്ട് ദിവസം എന്റെ കേസ് ഹൈക്കോടതിയിലേക്ക് വന്നു. എങ്കിൽ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് 3 മാസം പ്രായം. ആ സമയത്ത് എന്റെ കേസ് ഹൈക്കോർട്ട് വീണ്ടും ശിക്ഷ ശരിവയ്ക്കാനിടയായി. ഞാൻ ആ സമയം ദൈവത്തിനെ ചോദിച്ചു, ദൈവമേ, 3.5 വർഷക്കാലം നിനക്ക് വേണ്ടി ഞാൻ ഈ പുറത്തിറങ്ങി ഞാനിവിടെ നിന്നു, അനേക ദിവസത്തിലേക്ക് അടുപ്പിക്കാനിടയായി, എന്നിട്ട് നീ എന്നെ ജയിലിലേക്കാണോ അയക്കുന്നത്? ആ സമയത്ത് ഞാൻ മാനസികമായിട്ട് തകർന്നു. ആ തകർന്നിരിക്കുന്ന സമയത്ത് 2 സഹോദരന്മാർ കടന്നു വന്നിട്ട് പറയുവാനിടയായി, ജോസേ, നീ എങ്ങനെയാണ് ആദ്യം ജയിലിൽ പോയത്? ഞാൻ പറഞ്ഞു, ഞാനൊരു വാടക കൊലയാളിയായിട്ട് ജയിലിൽ പോയത്. എന്നാ ഇന്ന് നീ ആരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷകനാണ്. നിന്റെ ദൈവമാണ് ജയിലിലേക്ക് അയക്കുന്നത്, ധൈര്യമായിട്ട് പോകണമെന്ന് പറഞ്ഞു. എന്റെ ഭാര്യകൾ ആ സമയം മാറിപ്പോയിടയായി, എന്റെ വേദന വിടിവിക്കാനിടയായി. എന്റെ ഭാര്യയുടെ ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പറയാനിടയായി, എന്നെ വീണ്ടും ദൈവം ജയിലിലേക്ക് അയക്കുകയാണ്. നിന്റെ നീർനിമിഷങ്ങൾ പരിഹാരം തരുവാനായിട്ട് എനിക്ക് വാക്ക് നൽകിയ ദൈവം അത് ചെയ്യും. നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. ഞാനൊരു ജയിൽ പുള്ളിയായിട്ടാണ് ജയിലിൽ കിടന്ന ചിന്ത നിന്നൊരിക്കലും ഭരിക്കരുത്. ഞാൻ ജയിലിൽ പോകുന്നത് സുഭിക്ഷയം അറിയിക്കാനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്റെ ഭാര്യ ആശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും ജയിലിലേക്ക് കടന്നു പോകാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ താഴെ 3 സഹോദരിമാരുണ്ട്. ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് ഭാഗം തീർന്നിട്ടില്ല. 2 സഹോദരിമാർ നിൽക്കുകയാണ്. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ ജയിലായ സമയത്ത് എന്റെ 2 സഹോദരിമാർ വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് എന്റെ ഭാര്യയുടെ വീട്ടില് ഞാൻ ജയിലിൽ 2 ശിക്ഷിക്കപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എന്റെ ഭാര്യയുടെ അമ്മ ഒരുപാട് തളർന്ന് കിടപ്പിലായി പോവാൻ.
ഞാൻ ജയിലിലായി 40 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയുടെ പിതാവ് ഈ ലോകത്ത് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയുടെ മാതാവും ഈ ലോകത്ത് മാറ്റപ്പെടുവാനിടയായി. എന്റെ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ ആരുമല്ലായിരുന്നു. അവളെ വളരെ വേദനാജനമായ ലെറ്ററുകൾ എനിക്ക് ജയിലിലേക്ക് അയച്ചപ്പോൾ ഞാൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി എന്റെ ഭാര്യ തകർന്നിരിക്കുകയാണ്, അവളെ കടന്നു ചെല്ലണം, അവളുടെ അടുത്ത് കടന്നു ചെല്ലണം, അവളെ ആശ്വസിപ്പിക്കണം, അതിന് വഴിയോ ദൈവം ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാനിടയായി. ഞാൻ പഴയ ജോസല്ല, ഞാൻ ഇനി മറ്റുള്ള ഒരു മനുഷ്യനെ ആശ്രയിക്കുന്നില്ല. ഇത് ഞാൻ അനിൽ മാത്യുവിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനിൽ മാത്യു സഭയിൽ നിന്ന് തന്നെ ചിലരെ കണ്ട് എന്നെ സുപ്രീം കോടതിയിലേക്ക് വേണ്ടതുള്ള പൈസ സ്വരൂപിച്ചുകൊണ്ട് എന്റെ കൂട്ടുപതികൾ കൊടുക്കാനിടയായി. അങ്ങനെ ഞങ്ങളെ കേസ് സുപ്രീം കോടതിയിലേക്ക് പോകാനിടയായി. എന്നാൽ അഡ്വക്കേറ്റ് എന്റെ അടുത്ത്, ആ സുപ്രീം കോടതി അഡ്വക്കേറ്റ് പറയാനിടയായത്, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല ജോസെ എന്നാണ് പറയാനിടയായത്. വളരെ പ്രതികൂലങ്ങള് ഇവിടെ നടക്കുകയാണെങ്കിൽ ജയിലിൽ ദൈവം അത്ഭുതങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവനന്തപുരം പോലീസ് പ്രസിഡന്റിൽ 12 ബ്ലോക്ക് ഉണ്ട്. ഈ 12 ബ്ലോക്കിലും എല്ലാ ദിവസവും പ്രയർ നടത്തുവാൻ സ്വർഗ്ഗ ദൈവം വലിയ ശക്തി ഞങ്ങളിൽ പകരുവാനിടയായി. 1996 ഗുഡ് ഫ്രൈഡേ ദിവസം 27 പേര് പൂജപ്പുറ സെൻട്രൽ ജയിലിൽ വെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. എല്ലാ ബ്ലോക്കിലും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു ദൈവദാസൻ കടന്നു വന്ന് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം ഉദ്ധരിച്ച് സംസാരിക്കാനിടയായി. ആ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം ഉദ്ധരിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വീണ്ടും ഇടപെടാനിടയായി. ജോസെ, നിന്റെ വിഷയമാണ്, നീ ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞു. ഞാനപ്പോ ദിവസം ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഉച്ചരിഞ്ഞ് വേറെ ദൈവദാസൻ കടന്നു വരും. ഈ ദൈവദാസൻ കടന്നു വന്ന് ഇതേ വാക്യം ഉദ്ധരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കൂട്ടുവിശ്വാസി ഉറപ്പനായി ഞാൻ പറയും, ഈ പൂജപ്പുറ സെൻട്രയിൽ നിന്നും സ്വർഗ ദൈവം എന്നെ അത്ഭുതമായി വിടുവിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും എന്ന് ഞാൻ ദൈവദാസൻ തീരുമാനമെടുത്തു. ഉച്ചരിഞ്ഞ് വേറെ ദൈവദാസൻ കടന്നു വന്നു. ദൈവദാസൻ മാസത്തിൽ ഒരിക്കൽ ജയിലിൽ വരുന്ന ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹം കടന്നു വന്നിട്ട് അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ആലോചന എനിക്ക് നൽകിയിട്ടുണ്ട്, അത് പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആരാധനയും പാട്ടും കേട്ടുകഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഞാൻ ധ്യാനിച്ചുകൊണ്ട് വചനോട് പറയണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം തരുന്ന ആലോചനയോട് അറിയിക്കുന്നു പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം സ്വർഗ ദൈവം എനിക്ക് നൽകുവാനിടയായി. ഈ വാക്യം എനിക്ക് നൽകി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, എന്റെ വിഷയം ദൈവം ഏറ്റെടുത്തിരിക്കുക എന്നൊരു ബോധ്യം സ്വർഗ ദൈവം എനിക്ക് നൽകി. ഒരു കൊച്ചുകുട്ടി പ്രവചിച്ച് എന്റെ ഭാര്യ അടുത്ത് ഇങ്ങനെ പറയാനിടയായി, ജോസച്ചായന്റെ കേസിന്റെ വിടുതല് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം ഉദ്ധരിച്ച വിടുതലാണ് സ്വർഗ ദൈവം ജോസഫിന് കൊടുക്കാൻ പോകുന്നതെന്ന് എന്റെ ഭാര്യയുടെ അടുത്ത് പ്രവചിച്ചു പറയാനിടയായി. ഉടനെ എന്റെ ഭാര്യ എനിക്ക് ലെറ്റർ എഴുതി, ജോസായ, നമ്മളെ കേസിന്റെ വിടുതല് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം ഉദ്ധരിച്ചിട്ടായിരിക്കുമെന്ന് ഒരു സഹോദരി എന്റെ പ്രാർത്ഥിച്ച് പറയാനിടയായി. എന്നാൽ അതിനു മുമ്പ് തന്നെ ദൈവം ഈ വചനയ്ക്ക് നൽകിയിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആ ദൈവദാസൻ സംസാരിച്ചു. ദൈവദാസൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടു സഹോദരന്മാർ ഞാൻ പറഞ്ഞു, പൂജപ്പുറ സെൻട്രൽ ജയിലിൽ നിന്നും സ്വർഗ ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്റേതായ ചില ബുക്കുകളെല്ലാം എന്റെ സ്നേഹിതന്മാരെ ഏൽപ്പിച്ചു. സ്വർഗ ദൈവം എന്നെ അത്ഭുതമായിട്ട് ആ സുപ്രീം കോടതി അത്ഭുതമായി വിടുവിക്കാനിടയായി. സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഹല്ലേലൂയ. അഡ്വക്കേറ്റ് ഒരു അത്ഭുതമായിരുന്നു. എന്റെ മറ്റേ 3 കൂട്ടുപ്രതികളെയും ശിക്ഷിച്ചപ്പോൾ എന്നെ മാത്രം 2-ാം പ്രതിയെ എന്നെ സ്വർഗ ദൈവം സുപ്രീം കോടതി അത്ഭുതമായി വിടുവിക്കാനിടയായി. ഈ ദൈവം എത്ര വലിയ ദൈവം. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കരങ്ങൾക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഈ ലോകം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ആ ദൈവസ്ഥനിൽ ആരാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ആ വ്യക്തിയെ